എല്ലാവർക്കും സുഖല്ലേ? ഓണത്തായി 2 ദിവസം കൂടെ ഉള്ളോ. എല്ലാരും നല്ല തിരക്കിലാണ്. ഞാനും നല്ല തിരക്കിലാണ്. ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിക്കുന്നില്ല. ഇന്ന് പൂരാടായി 8ാം ദിവസമായി ഓണത്തിന്റെ. അപ്പൊ ഇന്നൊരു പൂരാടം സ്പെഷ്യൽ പൈനാപ്പിൾ കറി കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാരും ഈ തിരക്കൊക്കെ കഴിയുമ്പോ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഓണത്തിന് പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മള് പൈനാപ്പിൾ കറി ഉണ്ടാക്കാൻ ഒരു ചെറിയൊരു പൈനാപ്പിളാണ്, നല്ല പഴുത്ത പൈനാപ്പിൾ നോക്കിയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം അത് തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് അത്യാവശ്യം നന്നായി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കളയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവില്ല. അപ്പം ഒരുവിധം നന്നായിട്ട് പീൽ ചെയ്തിട്ട് കഴുകി ഞാൻ നന്നായിട്ട് നുറുക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഈ പൈനാപ്പിൾ വേവിക്കുമ്പോൾ ഒരു ബെല്ലം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ട്. എന്നാലും എനിക്ക് മധുരം ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു അച്ച് ബെല്ലം, പിന്നെ കൂടുതൽ മധുരം ആവശ്യമുള്ളവർ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാൻ ഇപ്പോൾ ഒരു ബെല്ലം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് നാളികേരം, ഒരു 1.5 കപ്പോളം, ഏകദേശം ഒരു മുറി നാളികേരം ഞാൻ ചെറുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ തൈര് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ്, ഞാൻ ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് എപ്പോഴും ഒരു കപ്പ് എന്ന് പറയാറ്. അപ്പോൾ ഈ ഒരു കപ്പ് അളവിൽ ഞാൻ തൈര് എടുത്ത് വെച്ചാൽ അധികം പുളിയില്ല, ഒരു പാകത്തിന് പുളിയുള്ളൂ. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണ് ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. നാളികേരത്തിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കേണ്ടതാണ്. പിന്നെ കാച്ചി ഇടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കടുകും 4 വറ്റൽമുളകും കുറച്ച് വേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പൈനാപ്പിള് വേവിക്കാനിടാം, എന്നിട്ട് നമുക്ക് നാളികേരമൊക്കെ അരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ പൈനാപ്പിള് നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. പൈനാപ്പിൾ നുറുക്കിയിട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ മുന്നേ നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ 6 പച്ചമുളക് നമുക്ക് ഇതിലേക്ക് കീറിയിടാം. ചിലർ പച്ചമുളക് നാളികേരത്തിൻ്റെ കൂടെ അരക്കണ വേണം, പക്ഷേ അത് കുഴപ്പമില്ല. അപ്പോൾ എരിവ് അധികം കൂടണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ രീതിയിൽ നുറുക്കിയിടുന്നത്. മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. സാധാരണ സദ്യക്ക് അധികം അങ്ങനെ ചേർക്കാറില്ല എന്ന് തോന്നുന്നു. മഞ്ഞൾപ്പൊടി, അപ്പം എന്ന് വെച്ചാൽ മഞ്ഞ കളറ് പോകുമെന്ന് പറയും മുളക് പൊടി അധികം ചേർത്ത് കഴിഞ്ഞാൽ. അപ്പം ഞാൻ എന്നാലും അതൊരു ടേസ്റ്റാണ് ഈ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഈ അച്ച് ബെല്ലം ഉണ്ടല്ലോ, അത് ഞാൻ ഇതിലിട്ട് കൊടുക്കാം. അപ്പം ഇതിൽ തിളയ്ക്കുമ്പോൾ അത് കിടന്ന് ഉരുക്കിക്കോളും. പിന്നെ ആവശ്യത്തിന് ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് വെള്ളം ചേർത്ത് തന്നെ വേവിക്കണം. കുറച്ച് വെള്ളം, ഇതിന് അധികം വെള്ളം ഇറങ്ങിയൊന്നും വരില്ല, പക്ഷെ അത് പൈനാപ്പിളിന് അത്യാവശ്യം നന്നായിട്ട് വേവുണ്ട്. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. അപ്പോൾ അത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തിളച്ച് വരുമ്പോൾ ഒന്ന് മൂടി വെച്ച് നമുക്ക് കുറച്ച് നേരം വേവിക്കണം. ഒരു 10-15 മിനിറ്റൊക്കെ എന്തായാലും വേവിക്കേണ്ടി വരും, എന്നാലേ പൈനാപ്പിൾ നന്നായിട്ട് വേവുള്ളൂ. ചിലർ കുക്കറിലൊക്കെ അടിച്ചെടുക്കണാലും കുക്കറിൽ അടിച്ചെടുക്കാനും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് വേവിക്കാറ്. പിന്നെ ചിലർ ഇഞ്ചിയുടെ കഷ്ണമൊക്കെ ഇടണ കാണാം, കുഴപ്പമില്ല കേട്ടോ. ഇഞ്ചി ഇട്ടാലും കുഴപ്പമില്ല, ഞാൻ ഇടാറില്ല. ഞാനിങ്ങനെ പച്ചമുളകും മാത്രമാണ് അതിൽ കീറിയിടാറുള്ളൂ. ഞാൻ ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ നാളികേരം മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ നല്ല പേസ്റ്റ് പോലെ അരയ്ക്കാറുണ്ട്. അപ്പോൾ മറ്റേ നമ്മുടെ കാളന് ഇട്ട പോലെ തൈര് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ അരച്ചെടുക്കാറ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കൂടുതൽ വെള്ളമാവും. ഓൾറെഡി നമുക്ക് പൈനാപ്പിളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ജീരകവും ഉലുവയും കൂടി ഇടാം. ഈ ഉലുവ അങ്ങനെ പച്ചയ്ക്ക് അരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. ഫ്ലേവർ നല്ല ഇതായിട്ട് പൊന്തി വരും. സാധാരണ എല്ലാവരും ഉലുവ വറുത്ത് പൊടിച്ചിട്ടാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഇടാറ്, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഇടാറ്. അപ്പോൾ തൈരും കൂടി നമുക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരാം. നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മൂടി വയ്ക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മൂടി വയ്ക്കണം. വെള്ളം കുറേശ്ശെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇത് വറ്റണതിൻ്റെ ഒപ്പം ഇനി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മൂടി വയ്ക്കണം. അപ്പോൾ ഇത് വേവണം നന്നായിട്ട്. നമുക്ക് പൈനാപ്പിൾ വെന്തണ്ടോ നോക്കാം.
15 മിനിറ്റോളം ഞാൻ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. നമ്മള് നാളികേരം തൈരും ജീരകവും ഉലുവയൊക്കെ കൂട്ടി അരച്ച് കൊണ്ടുണ്ട് ഞാൻ. അപ്പോൾ അത് നമുക്ക് ഈ പൈനാപ്പിളിലേക്ക് ആഡ് ചെയ്യണം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നല്ല ഒന്ന് കൂടി ചേർക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഇത് എല്ലാം നമ്മൾ ചെയ്തത്. ഒരു 5 മിനിറ്റ് ഇത് ഒന്ന് തിളച്ച് വരട്ടെ. ഒരു 5 മിനിറ്റ് പിടിക്കും തിളച്ച് ഒന്നെല്ലാം കൂടി ചേരാൻ. ഇതിനകത്ത് തൈരിനുള്ള ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ആകെ പൈനാപ്പിളിൽ മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് കൂടി ചേർന്നുണ്ട്. ഒരു 5 മിനിറ്റോളം തിളച്ചൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി കാച്ചിടണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുക് 1/2 ടീസ്പൂൺ, അപ്പോൾ ഏകദേശം പൊട്ടി തുടങ്ങിയിട്ട് നമുക്കിതിലേക്ക് ഈ വറ്റൽമുളക് 4 പൊട്ടിച്ച് വെച്ചത് ഇടാം. അതിൻ്റെ കൂടെ കറിവേപ്പില 2 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കും. ഇതെല്ലാ കറികളും ഒരു 5 മിനിറ്റൊക്കെ മൂടി വെച്ചിട്ട് കഴിക്കുമ്പോഴേക്കും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പൈനാപ്പിൾ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും തിരക്കില്ലല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ കാണാം ഒരു ഉത്രാടം സ്പെഷ്യലായിട്ട്. ഓക്കെ.